السلام عليكم. من ابتلي بشيء من هذه البنات صبر عليهن كن له حجابا من النار. പെൺമക്കളെ നിങ്ങൾക്ക് അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ, നാളെ നരകത്തിലേക്ക് പോകാതെ മറയായി നിൽക്കുമെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമ്മളെ ഭൗതികപരമായിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കും. മാസം 1500 ബസ് ഫീസ്, പിന്നെ ഡ്രസ്സ്, കാര്യമോ അത് ഇത് എന്നെല്ലാം പറഞ്ഞ് വർഷത്തിലൊന്ന് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൈസ ചിലവുണ്ട്. അതേ സ്ഥാനത്ത് മദ്രസയിൽ പഠിപ്പിക്കാൻ ഒരു പൈസ ചിലവും ഇല്ല എന്നുള്ളതാണ് മദ്രസയിൽ. ഇനി നമ്മൾ ഉസ്താദുമാർക്കോ ഒരു 10,000 15,000 ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു കാര്യമായിട്ടും തോന്നും. എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. ഒരു 10-40 വർഷം വരെ ഞാൻ ഈ ഉസ്താദുമാരെ വല്ലാതെ എതിർത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ 19-ാം മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മട്ടന്നൂർ പോയി ഒരു ഷോപ്പ് ഇട്ടതിന് ശേഷം ഒരു 10-20 ഉസ്താദുമാർ എൻ്റെ അടുത്ത് നിന്ന് ഇടപാട് ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. പറഞ്ഞ സമയത്തിന് കറക്റ്റായിട്ട് ആ പാവങ്ങൾ 10,000 15,000 ശമ്പളം മേടിക്കുന്ന അവർ കറക്റ്റായിട്ട് എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ മുസ്ലിം നാമധാരികൾ ഒരാളും എനിക്ക് കറക്റ്റ് ചെയ്തിട്ടില്ല. ഒരാൾ പോലും. പള്ളി പ്രസിഡന്റ് പോലും പള്ളിൻ്റെ ആവശ്യത്തിന് സാധനം കൊണ്ടുപോയിട്ട് കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഉരുട്ടി 5-6 മാസം കഷ്ടപ്പെടുത്തിയിട്ട് മുതലിന് കൊടുത്ത സാധനത്തിൻ്റെ പൈസ പോലും എനിക്ക് തന്നിട്ടില്ല. അവരും പറയുന്നത് ഞങ്ങൾ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ കുറേ ആൾ പള്ളി കമ്മിറ്റിയിൽ ചേരാനും അതേപോലെ തന്നെ പ്രസിഡൻ്റ് ആകാനും സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട്. സത്യത്തിൽ ഞാൻ പറയാലോ, എനിക്ക് ചിരി വരുത്താം ഇതിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ മാശറയിൽ നമ്മൾ സാധാരണക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വിചാരണ തടവുകാരായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ വിചാരണയും കഴിഞ്ഞിട്ട് ഒന്നിക്കലും നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മളെ കടത്തും. ഈ പള്ളി പ്രസിഡന്റുമാരെയും ഈ സെക്രട്ടറിമാരെയും ഇവർക്ക് സത്യം പറഞ്ഞാൽ മതം അറിയാത്തത് കൊണ്ട് പറ്റിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് 100%. കാരണം അള്ളാന്റെ റസൂലിൻ്റെ വാതിൽ ഒരിക്കലും അടച്ചു വെച്ചിട്ടുണ്ടായിട്ടില്ല. അള്ളാന്റെ റസൂലിൻ്റെ പള്ളിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ അള്ളാന്റെ റസൂലിൻ്റെ വീട്. തൊട്ടടുത്താണല്ലോ പള്ളിയുള്ളത്. അങ്ങനെ അള്ളാന്റെ റസൂലിൻ്റെ വാതിൽ എപ്പോഴും ഓപ്പനാ. ഏത് പാവപ്പെട്ടവർക്ക് പോയിട്ടും എന്ത് കാര്യവും പറയാം. അതായത് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാന്റെ റസൂലിനെ അറിയിക്കലുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടും അറിയിക്കും. അപ്പോൾ സാമ്പത്തികം ഉള്ളവനോട് മേടിച്ചിട്ട് സാമ്പത്തികം ഇല്ലാത്തവനിക്ക് കൊടുക്കും. ഇങ്ങനെ പലതും. നമുക്കൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മം കുറവാണെങ്കിലും ഈമാൻ ഉണ്ടായിരുന്നു. മനുഷ്യർക്ക് നല്ലൊരു ഈമാൻ ഉണ്ടായിരുന്നു. ഇന്ന് കർമ്മം കൂടുതലാണ്. കാണാൻ ഡ്രസ്സ് കൊണ്ടും താടി കൊണ്ടും നിസ്കാര താമ്പ് കൊണ്ടെല്ലാം ഉണ്ട്. പക്ഷെ ഈമാനില്ല. ഈമാനി എന്ന് പറഞ്ഞ സാധനമില്ല. അന്ന് സ്വാതന്ത്ര്യം, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളതാണ്. ഈമാനുള്ള മുസ്ലിങ്ങൾ ഉണ്ടായിട്ട് തന്നെ എടുത്തു പറയേണ്ടി വരും അത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ ഉണ്ടാകുമ്പോൾ മനസ്സിനൊരു ധൈര്യം, എന്തിനും അവനിക്ക് ചങ്കൂറ്റ. ഒരു മനുഷ്യനിക്ക് വേണ്ട ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഭയം എന്നുള്ള സാധനത്തിനെ എടുത്ത് കളയണം. അങ്ങനെയാണ് ശരിക്കൊരു മുസ്ലിം ആകുക എന്നുള്ളതാണ്. ഒരു മുസ്ലിം ആകുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ള ഭയം പോകുമ്പോൾ മാത്രമേ അവന് ഒരു മുസ്ലിം ആകുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈമാൻ എന്ന് പറയുന്നത് ഈ മനുഷ്യത്വം, റഹം, കറം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ മുസ്ലിം എന്ന് പറയാൻ പറ്റുക. മനുഷ്യത്വം നിനക്കില്ലേ? റഹം നിൻ്റെ മനസ്സിലില്ലേ? കറം നിൻ്റെ മനസ്സിലില്ലേ? നീ എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും നിനക്ക് ഈമാൻ എത്തിയിട്ടില്ല, ഹിദായത്ത് കിട്ടിയിട്ടില്ല എന്ന് നീ അങ്ങോട്ട് മനസ്സിലാക്കണം. ഇതാണ് സത്യം. മനസ്സിലാക്കണം. എനിക്ക് ഈമാൻ എത്തിയിട്ടില്ല, ഞാൻ പൂർണ്ണ മുസ്ലിം ആയിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോ. മനുഷ്യത്വം എവിടെ?
മനുഷ്യത്വം എവിടെ? ഈമാൻ എന്ന് പറയുന്നത് അതൊരു മനുഷ്യത്വമാണ്. മനുഷ്യത്വം ഉണ്ടാകുക, എല്ലാവരോടും സ്നേഹം ഉണ്ടാകുക. ഒരാൾ കടം ചോദിച്ചിട്ട് കടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉംറ ചെയ്തതിൻ്റെ കൂലി എന്നാണ് പറയുന്നത്. രണ്ടാമത് അയാൾ വന്നിട്ട് ആ കടമൊന്ന് നീട്ടിത്തരണേന്ന് പറയുമ്പോൾ റഹമുള്ള, ഈമാനുള്ള, കറമുള്ള ആ മനുഷ്യനിക്ക് പറയാൻ പറ്റൂ ആ ശരിയെന്ന്. എന്നിട്ട് രണ്ടാമത് അത് നീട്ടിക്കഴിഞ്ഞാലോ അജറുൽ അസ്വദ് ചുംബിച്ചതിൻ്റെ ഗുണമെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പച്ചക്കറി തോട്ടത്തെ പറ്റി പറഞ്ഞു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നെല്ലാം പ്ലെയിനൊക്കെ കൊണ്ടുവന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആയുധങ്ങളൊക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതും എന്ന് പറഞ്ഞതുപോലെയാണ് അന്നത്തെ ഒരു അവസ്ഥ തന്നെ. നിങ്ങൾ നോക്ക്, ഒരു ആയുധവും കയ്യിലുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജി മുതൽ ബാക്കോട്ട് വരുന്ന എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും അവരെ പിൻഗാമിയായി നിന്നപ്പോൾ അവരെ കയ്യിൽ ആരുടെ കയ്യിലും ഒരു ബടിക്കഷ്ണം പോലും ഇല്ലാതെയാണ് സ്വാതന്ത്ര്യം നേടിയതെന്നുള്ളതാണ്. അതെന്താണെന്നറിയാവുക? ആയുധമായിട്ട് വന്നവരെ മുമ്പിൽ നെഞ്ഞുമിടർത്തി നിൽക്കാനുള്ള ഈമാൻ ഉണ്ടായിരുന്നു അന്നുള്ള ജനങ്ങൾക്ക്. ആയുധങ്ങൾ ശേഖരിച്ച് വെക്കുന്ന എന്തേ? ഈമാനില്ലായ്മയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കനെ അടിച്ചോടിച്ചതും റഷ്യക്കാരെ അടിച്ചോടിച്ചതും അവരുടെ അടുത്ത് എന്ത് ആയുധം ഉണ്ടായിട്ടാ? ഈമാനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈമാൻ വേണം, എന്നാലേ നമുക്ക് മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്ന് പറയണമെങ്കിൽ ഈമാൻ വേണം, കറം വേണം, റഹം വേണം, മനുഷ്യത്വം വേണം. എന്നാൽ മാത്രം പറഞ്ഞാൽ മതി ഞാനൊരു മുസ്ലിമാണ്. സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്നു. പടച്ചോൻ കാക്കട്ടെ, ആർക്കാ സ്വർഗം കൊടുക്കുക, ആർക്കാ സ്വർഗം കൊടുക്കില്ല എന്നല്ലോ. നമ്മളെ പള്ളി പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം വിചാരം എന്താണെന്ന് പറഞ്ഞാൽ ഈ മൗലൂദെല്ലാം വന്ന സമയത്ത് ലൈറ്റ് കെട്ടലും സ്റ്റേജ് കെട്ടലും വലിയാളായിട്ട് അങ്ങ് നടക്കലും ഇതൊക്കെയാണ് പള്ളി പ്രസിഡന്റും സെക്രട്ടറിമാരെല്ലാം ചിന്താഗതി. ഇതൊന്നുമല്ല. എല്ലാം ചിന്തിക്കണം, എല്ലാം പ്രാവർത്തികമാക്കണം. നാളെ മഹ്ശറിൽ വല്ലാത്ത പ്രശ്നമാണ്. നിങ്ങളൊന്നും വിടൂല. നമ്മൾ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ അങ്ങ് പോകും. പക്ഷെ നിങ്ങളെ കാര്യമുണ്ടല്ലോ, അള്ളാൻ്റെ റസൂലിൻ്റെ വാതിൽ എപ്പോൾ ഓപ്പനാ. അള്ളാൻ്റെ റസൂലിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആകേണ്ടത്. അല്ലാണ്ട് എന്തെന്നാ ഇത് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. കാട് കെട്ടിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളെല്ലാം വെച്ചിരുന്ന് നാളെ നിങ്ങളോട് മഹ്ശറിൽ ചോദിക്കൂലേ? നാളെ നിങ്ങളോട് മഹ്ശറിൽ ചോദിക്കും. എനക്കൊന്നും അറിയില്ല, ഞാൻ ഭയങ്കരമാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ഇതൊന്നും അവിടത്തേക്കൊന്നും തീർന്നിട്ടില്ല. മുസ്ലിം മതം അറിയാത്തത് കൊണ്ടാ. മുസ്ലിം മതത്തെപ്പറ്റി അറിയണോ? ഒരു പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു മഹലിൽ ഒരു ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആരാ? ആ മഹലിൽ പെട്ട ആൾക്കാരെ മുഴുവൻ്റെയും ഖത്തീബാണ്. ഖത്തീബ് എല്ലാ കാര്യത്തിലും ഇടപെടണം. ഭൗതികപരമായിട്ട് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 10-50,000 രൂപ നമ്മൾ ചിലവാക്കുന്നു. ഒരു മാസം 5,000 ചിലവ് തന്നെ പറയേണ്ടി വരും. 2,000-3,000 രൂപ ചിലവില്ലേ? പെൻസിലായിട്ടും ബുക്കായിട്ടും. മദ്രസയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉസ്താദുമാർക്ക് എന്താ കൊടുക്കുന്നത്? ഉസ്താദുമാർക്ക് നല്ല ശമ്പളം കൊടുക്കണോ? അവർ നല്ല മാതിരി ആ ഉസ്താദുമാർ അവരെ മക്കൾക്കും നല്ല കാറിലൊക്കെ യാത്ര ചെയ്യണോ? അവർക്ക് നല്ല ശമ്പളം കിട്ടണോ? ഈ നല്ല ശമ്പളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണോ? നിങ്ങളെ പരിസരത്ത് കിടക്കുന്ന കാലിയായിട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യ്, അല്ലെങ്കിൽ അടക്കാമരം വെക്ക്. ഈ അടക്കാമരം ഞാൻ പറഞ്ഞില്ലേ, പ്ലെയിന് കൂട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരാൻ്റെ കർണാടക സ്റ്റേറ്റിലും അവിടെ തമിഴ്നാട്ടിലെല്ലാം പോയിട്ട് നമ്മൾ ഇഞ്ചിത്തോട്ടെടുക്കും, അടക്കാമരം പാട്ടത്തിനെടുക്കും, കുരുമുളക് പാട്ടത്തിനെടുക്കും. നമ്മുടെ ചെറുപ്പത്തിലെല്ലാം എൻ്റെ ഉപ്പാപ്പയെല്ലാം എത്രയോ കുരുമുളക് വെച്ചിന്. അടക്കക്കെല്ലാം എന്താ വില? ഈ കാലി കിടക്കുന്ന സ്ഥലത്തെല്ലാം എന്ന് പറഞ്ഞ് 4 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന അടക്കാമരണ്ടേ, സുപ്പാരി മരം. അടക്കാമരം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ ഭാഷ. ഈ 4 കൊല്ലം കൊണ്ട് കായ്ക്കുന്നേ എന്താ ചിലവുള്ള? ഒരു വെള്ളം കൊടുക്കണോ? നല്ല വെയിലുള്ള സ്ഥലത്ത് അത് നടണം, അത്രേ ഉള്ളൂ. വെയിലാണ് അതിൻ്റെ വളം. വേണ്ടുന്ന വളം ഇട്ട് കൊടുക്കുക. ഓരോ മീറ്റർ 2 മീറ്റർ വെച്ചിട്ട് നിങ്ങളൊരു അടക്കാമരം നട്ട് കഴിഞ്ഞാൽ തന്നെ 4 കൊല്ലം കൊണ്ട് എത്ര വരുമാനോ? പള്ളി പ്രസിഡന്റ്, പള്ളി സെക്രട്ടറി, പള്ളിൻ്റെ മാനേജർ, മറ്റേത് മറിച്ചത് നിങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ. പഠിച്ചോ നിങ്ങളിൽ കാക്കട്ട് കേട്ടാ, കാക്കട്ടെ. ഖൈർ, അൽഹംദുലില്ലാ. ദേഷ്യം തോന്നണ്ട സമൂനി.
कहता है जोकर सारा जमाना, आधी हकीकत आधा फसाना, चश्मा उतारो फिर देखो यारो, दुनिया यही है चेहरा पुराना. कहता है जोकर സാറ സമാന, എല്ലാവരും പറയുന്നത് നീ ഒരു ജോക്കറാണ്. ആദ്യ ഹക്കീക്കത്ത് ആദാ ഫസാന, അത് പകുതി സത്യവുമാണ് പകുതി കളവുമാണ്. സുബ്ഹാനല്ലാഹ്. कहता है जोकर सारा जमाना, आधी हकीकत आधा फसाना, ചഷ്മ ഉത്താറോ ഫിർ ദേക്കോ യാറോ. കണ്ണടയില്ല കണ്ണിനിട്ട്, അതിനെ എടുത്തിട്ട് നോക്ക്. ദുനിയാവ് പുത്തൻ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ചേര പുരാണ, നിന്റെ മുഖാണ് പഴയത്. പള്ളിക്ക് പ്രസിഡന്റ് ആക്കുമ്പോഴും പള്ളിക്ക് സെക്രട്ടറി ആക്കുമ്പോഴും എല്ലാം ചിന്താശക്തിയുള്ള, അതുകൊണ്ട് അവർക്കൊരു നഷ്ടമില്ല. പള്ളി പ്രസിഡൻ്റായി എന്ന് വിചാരിച്ചിട്ട് എന്താ നഷ്ടം? പള്ളിയിൽ ഉസ്താദിന് കത്തീബിനെന്താ പണിയെടുത്തോടെ, ഉസ്താദിന് പണിയെടുത്തോടെ, പാർട്ട് ടൈം പണിയെടുക്കാമല്ലോ. ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ 4 വർഷം കൊണ്ട് കായ്ക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കടകിലും കർണാടകത്തിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് പാട്ടെടുക്കും. ആ പാട്ടെടുക്കാൻ വേണ്ടി പോകുന്നവർ അവർ കൊടുക്കുന്ന പൈസ അവർക്ക് കൊടുക്കുന്ന സ്ഥലമോ 5 ഏക്കറ 10 ഏക്കറ 2 ഏക്കറ പിടിച്ച് വെച്ചിട്ട് എന്താ കാര്യമോ? ഒരു മരത്തിന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മരം നാളെ ഞങ്ങളെ പാപമോചനത്തിന് വേണ്ടി ദ്വാരക്കുമെന്നാണ് പറയുന്നത്. എന്തെല്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്തെല്ലാം. अस्सलाम वालेकुम, ദേഷ്യം പിടിക്കണ്ട കേട്ടാ. कहता है जोकर सारा जमाना, आधी हकीकत आधा फसाना, शम्सुल खुदा वे यासीने.